ബഹുമാന്യനുമായ അധ്യക്ഷൻ, എന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ കെ സുധാകരൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ജില്ലയും പിന്നീട് കേരള സംസ്ഥാനവും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള കരുത്തുറ്റ സംഭാവനയായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ എം ഹസൻ, ശ്രീ കെ മുരളീധരൻ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ചുമതലയേൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം UDFന്റെ പുതിയ കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ ശ്രീ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡന്റന്മാർ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ശ്രീമതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, KC ജോസഫ് ഉൾപ്പെടെയുള്ള ജ്യേഷ്ഠ സഹോദരന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ഈ ടീമിനെ കേരളത്തിലെ കോൺഗ്രസിനെ കൂട്ടായി നയിക്കാൻ നിയോഗിച്ച ആ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഇവിടെ വരുന്നവർക്കും വരാൻ കഴിയാതെ ഞങ്ങളെ വിളിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും അറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാം. രാവിലെ 9:30 മണിക്ക് വന്ന് ഈ ഹാള് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് കയറി വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. AC വർക്ക് ചെയ്യുന്നുള്ള ധാരണയില് വാതിലുകളും ജനലുകളും അടച്ചു. പക്ഷെ നേരെ AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നല്ല ചൂടുണ്ട്. എങ്കിൽ പോലും എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ കൂട്ടായ്മയിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇവിടെ ശ്രീ ഷാഫി പറഞ്ഞതുപോലെ AK ആന്റണി KPCCയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന, മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്ന AK ആന്റണി പുളിക്കലിലെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പയ്യാവൂരാണ്. ഞാൻ വീട്ടിൽ പോയി, 2 മൈൽ ദൂരെയുള്ള എന്റെ വീട്ടിൽ പോയി അന്നത്തെ എന്റെ ഷർട്ടും മുണ്ടും ആ നൂലിയിൽ അലക്കി പിറ്റേ ദിവസം രാവിലെ തേച്ച് രാവിലെ 10 മണിക്ക് പയ്യാവൂരിലേക്ക് നടന്നെത്തി അനൗൺസ്മെന്റിന്റെ വണ്ടിയിൽ ഞാൻ വീണ്ടും കയറി ഓർമ്മിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധാരണ കാർഷിക മേഖലയിൽ നിന്ന് നേരത്തെ KCM എന്നോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ AK ആന്റണിയും പറഞ്ഞു, മലയോരത്ത് നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു. എന്നെ ഞാനാക്കിയ, എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ അംഗീകരിച്ച, എന്നെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസ കാലത്തൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. എന്റെ ചാച്ചനും അമ്മച്ചയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അവരെ ഞാൻ നന്ദിയോടെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച എന്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയ മുതിർന്ന സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ കാലത്തും എനിക്ക് എന്റെ അധ്യാപകർ നല്ല പ്രോത്സാഹനവും നല്ല ശിക്ഷണവും നൽകിയിട്ടുണ്ട്. ആ അധ്യാപകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള കടമയും നന്ദിയും അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണ്ണമല്ല, ഇനിയും ഇതിനെ പൂർണ്ണമാക്കേണ്ടതുണ്ട്. മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര. ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വർക്കിംഗ് പ്രസിഡന്റന്മാര് എന്താ എന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, വർക്കിംഗ് പ്രസിഡന്റന്മാര് മാത്രമല്ല, അവര് ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അതിവരെ 3 പേരെ ഉദ്ദേശിച്ചാണ്. വർക്കിംഗ് പ്രസിഡന്റന്മാർ, ദേ വിൽ ബി ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്സ്. സധൈര്യം പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. അതുപോലെ ഒന്നുകൂടി, ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. ഇന്ന് C കേശവന്റെ പ്രസിദ്ധമായ കോലഞ്ചേരി പ്രസംഗത്തിന്റെ 90ാം വാർഷികമാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ്? ദളിത് പിന്നോക്ക സമുദായങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ്, അംഗീകാരത്തിന് വേണ്ടിയാണ് അദ്ദേഹം 90 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് എങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ദൌത്യമാണ്. ആ ദൌത്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ബുദ്ധപൂർണമി ദിവസമാണിന്ന്. ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ രാവിലെ നേരത്തെ ഇവിടെ പറഞ്ഞു, ഞങ്ങള് ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി, ഉമ്മൻചാണ്ടി സാറിന്റെ ശവകുടീരത്തിൽ പോയി,
അതുപോലെ ആർ ശങ്കർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി, അതുപോലെ തന്നെ പത്മരാജൻ വക്കീലിനെ വീട്ടിൽ പോയി കണ്ട് അനുഗ്രഹം തേടി. ഞാൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ നമ്മളുടെ പ്രസിദ്ധനായ സാംസ്കാരിക നായകനും ചെറുകഥാകൃത്തുമായ ടി പത്മനാഭൻ പപ്പേട്ടനെ വിളിച്ചിട്ട് ഞാനൊരു അനുഗ്രഹം ചോദിച്ചു വാങ്ങി. പപ്പേട്ടൻ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു, പലവട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല, ഏതായാലും നന്നായി എന്ന് പറഞ്ഞു. ഞാൻ പപ്പേട്ടനെ വിളിക്കാൻ കാരണം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ കോൺഗ്രസുകാരിൽ 95 വയസ്സ് കഴിഞ്ഞ പപ്പേട്ടൻ സാംസ്കാരിക സാഹിത്യ രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ 2-3 പരാമർശനങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ മനസ്സിൽ തറച്ചതാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് പപ്പേട്ടന്റെ ഒരു ജന്മദിനത്തിൽ പപ്പേട്ടനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചു. കോടിയേരി അണിയിച്ച ഷാളിന്റെ കളർ എനിക്കറിയില്ല. പക്ഷെ പപ്പേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്റെ ദേഹത്ത് അണിയിക്കേണ്ടത് ഈ ഷാളല്ല, എന്റെ ദേഹത്ത് അണിയിക്കേണ്ടത് ത്രിവർണത്തിന്റെ ഷാളായിരിക്കണം എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചു. കഴിഞ്ഞ വർഷം പപ്പേട്ടന്റെ 95ാം ജന്മദിനമായിരുന്നു. ആ ജന്മദിനം ആഘോഷിച്ചു, വിപുലമായ പരിപാടിയിലൂടെ ആഘോഷിച്ചു. ഒരു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഗോവ ഗവർണർ, എന്റെ സഹപാഠിയും സുഹൃത്തുമായ PS ശ്രീധരൻപിള്ളയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന സദസ്സിൽ പപ്പേട്ടൻ വന്നപ്പോൾ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഒരു തമാശ പറഞ്ഞു, പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ടി പത്മനാഭൻ പറഞ്ഞ മറുപടി, ഞാൻ പഴയ കോൺഗ്രസ് മാത്രമല്ല, ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്നാണ് ടി പത്മനാഭൻ പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കിയില്ല. പത്രങ്ങളില് ഞാൻ വായിച്ചു, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏതായാലും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇത് പറഞ്ഞു കൊടുത്തില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടി പത്മനാഭനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഈ കുസൃതി ചോദ്യം ടി പത്മനാഭനോട് ചോദിച്ചു, പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആയിരുന്നുവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക് പറഞ്ഞ അതേ മറുപടി, ഞാൻ പഴയ കോൺഗ്രസ് അല്ല, ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിതിവിടെ പറഞ്ഞോട്ടെ? അപ്പോൾ പറയാം, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന കോൺഗ്രസുകാരിൽ ഒരാളാണ് പ്രസിദ്ധ എഴുത്തുകാരൻ ടി പത്മനാഭൻ അഭിമാനത്തോടെ പറയുമ്പോൾ കോൺഗ്രസിന്റെ മൂല്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ്. ജനാധിപത്യം നാടിന് നൽകിയത് കോൺഗ്രസ് ആണ്. മതേതരത്വത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ പിതാവിന്റെ ജീവൻ ബലി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഇന്ദിരാ പ്രിയദർശിനിയുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാഷ്ട്രത്തിന്റെ ശില്പി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ നിർമ്മിച്ചത്. ഐക്യത്തിന്റെ കണ്ണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഐക്യം തകർക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്ന ശക്തികൾ നമുക്ക് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് ഭരണത്തിൽ എതിരായി ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തെ നേരിടാൻ കഴിയാതെ ബ്രിട്ടീഷുകാര് സ്വീകരിച്ച തന്ത്രം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക. അതായിരുന്നു ബ്രിട്ടീഷുകാര് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനെതിരായി സ്വീകരിച്ച തന്ത്രമെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ BJP, ഇന്ത്യയിൽ അതേ കുതന്ത്രം സ്വീകരിക്കുന്നു. അവർ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാനാണ്. അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും? അതിനെ തടയാൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ? മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ കേട്ട മുദ്രാവാക്യം എന്താണ്? ബംഗാൾ, കേരളം, ത്രിപുര. ബംഗാൾ, കേരളം, ത്രിപുര, ആ 3 സംസ്ഥാനങ്ങൾ അതിലൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കൊടി പാലിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിൽ അവരുണ്ടോ? ത്രിപുരയിൽ അവരുണ്ടോ? കേരളത്തിലും പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ സ്ഥിതി എന്താണ്? സത്യത്തിൽ എന്റെ മറ്റൊരു സഹപാഠി AK ബാലൻ അവസാനം പറയേണ്ടി വന്നില്ലേ, ഇങ്ങനെ പോയാൽ നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയും അരപ്പട്ടിയായിരിക്കും എന്ന് മാർക്സിസ്റ്റ് യോഗത്തിൽ AK ബാലന് തന്നെ പറയേണ്ടി വന്നു എങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയില്ല. ഇന്ത്യ രാജ്യത്ത് അവർക്കുണ്ടാക്കാൻ സാധിക്കുന്ന 3ാം മുന്നണി ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു, കോൺഗ്രസിനും BJPക്കും ബദലായിട്ട് 3ാം മുന്നണിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് ആ 3ാം മുന്നണിയുണ്ടോ? ജനതാദൾ എവിടെയുണ്ട്? ദേവഗൌഡ എവിടെയുണ്ട്? തെലുങ്ക് ദേശം എവിടെയുണ്ട്? ചന്ദ്രബാബു നായിഡു എവിടെയുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കോൺഗ്രസിനെ അല്ലാതെ നേതൃത്വത്തിൽ
ബിജെപിക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മതേതര മുന്നണിയുടെ ഭാഗത്ത് നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ആരെ കിട്ടും? അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ മതേതര ഇന്ത്യയെ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച അഭൂതപൂർവമായ സ്വീകരണവും അംഗീകാരവും ഞാൻ ദീർഘിച്ചു പോകുന്നില്ല. കേരളത്തിലെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അഴിമതി മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കറിയാം, ശ്രീ കെ സുധാകരനും കെ സി വേണുഗോപാലിനും കെ സി ജോസഫിനും നന്നായിട്ടറിയാം, കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് കോൺഗ്രസ് പതാക നശിപ്പിച്ചു, അതുപോലെ രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുണ്ടാക്കിയ സ്തൂപം നശിപ്പിച്ചു. ആ സ്തൂപം നശിപ്പിച്ചതിനെതിരായിട്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായിട്ട് പോലീസിന്റെ മുൻപിൽ വെച്ച് ആ പ്രതിഷേധ യോഗത്തെ പോലും ആക്രമിക്കാൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരിന്ന് കേരളം ഭരിക്കുമ്പോൾ അവർ തയ്യാറായി. തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൽ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, മാർക്സിസ്റ്റുകാരുടെ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ഥലം മാറ്റി അവർക്കാണ് താക്കീത് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഴിമതിയുടെ കാര്യം പറയണ്ട. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗൌരവമേറിയ അഴിമതി ആരോപണത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല. ആ കാര്യത്തിൽ ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26 ഷാഫി ഇവിടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടാകാൻ സാധിക്കും. 2001 തെന്നല ബാലകൃഷ്ണപിള്ള സാറാണ് ആ ദൌത്യം ഏറ്റെടുത്തത് എങ്കിൽ ഇപ്പോൾ ആ ദൌത്യം ഞങ്ങളെ ഏൽപ്പിച്ച നേതൃത്വത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, വി വിൽ ഫൈറ്റ് ടുഗദർ. നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൌത്യം ഏറ്റെടുക്കും എന്ന വിശ്വാസത്തിൽ ഹൃദ്യമായ ഈ ചാർജ് എടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രഖ്യാപിച്ച അന്നു മുതൽ ഞങ്ങൾക്ക് നൽകുന്ന മാധ്യമ പിന്തുണയ്ക്കും നല്ലവരായ ജനമനസ്സിന്റെ അംഗീകാരത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. യോഗം അവസാനിക്കും.